ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കിട്ടിയ കുട്ടികൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ഫീസ് അടയ്ക്കുക, മറ്റു കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളാദ്യം തന്നെ അത് ലോഗിൻ ചെയ്യണം. അപ്പോൾ വൺസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് OTP പാസ്വേഡ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലി വരും. അപ്പോൾ വൺസ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റിസൾട്ട് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെ കിട്ടിയെന്നുള്ള റിസൾട്ട് കാണാം, അത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ റിസൾട്ട് വ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് സീറ്റ് അലോട്ട്മെൻറ്റ് ഇൻഫർമേഷൻ സ്ലിപ്പ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഫ്ലോട്ട്, ഫ്രീസ്, സ്ലൈഡ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളതിൻ്റെ കാര്യം, ഫീസ് അടയ്ക്കാനുള്ള കാര്യം, ഇതൊക്കെ പറയും. അപ്പോൾ നമ്മൾ വൺസ് ഇത് സേവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഇനി നമുക്ക് വേണ്ടത് 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് +2 സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ വില്ലിങ്നെസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺസ് ഒരു വട്ടം കൂടി പാസ്വേഡൊക്കെ അടിച്ചിട്ട് വേണം വില്ലിങ്നെസ്. നമുക്ക് പഠിച്ച ആ കോളേജിൽ നിന്ന് ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണമെങ്കിൽ ഫ്ലോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, വില്ലിങ്നെസ് അതിനുശേഷം നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ പ്രിഫേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രിഫേർഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് PDF ആയിരിക്കും. അതുപോലെ തന്നെ അതിനൊരു സൈസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈസ് മാച്ചിങ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൈസിൽ തന്നെ ചെയ്യണം. വൺസ് അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീസ് സബ്മിഷൻസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു വയ്ക്കാം. ഇൻ കേസ് ഓഫ് റീഫണ്ട് വരികയാണെങ്കിൽ അത് അപ്പോൾ ആ ഒരു സബ്മിഷൻ കൊടുത്തതിന് ശേഷം വേണം നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റിലേക്ക് കിടക്കാനായിട്ട്. ഫീ പേയ്മെൻറ്റ് നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി, QR കോഡ് വഴി ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ഫീസ് പേയ്മെൻറ്റ് ചെയ്യാം. വൺസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയണത് ഈ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫിക്കേഷൻ്റെ ഒരു സ്റ്റേജാണ്. അപ്പോൾ വെരിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് വെരിഫൈ ചെയ്യില്ല, 1-2 ദിവസം എടുക്കാം. ചിലർക്ക് 3-4 ദിവസം വരെ എടുത്താലും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നും ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വെരിഫൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിലോ മറ്റോ എന്തെങ്കിലും മിസ്റ്റേക്കോ മറ്റോ കാണുകയാണെങ്കിൽ അവരത് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ മിസ്സായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, താങ്ക് യു.